എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഓണം പരീക്ഷയ്ക്ക് 1, 2 ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും നാലാമത്തെ പാഠവുമാണ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ പാഠം ഉണ്ടായിരിക്കില്ല. ഓക്കെ, മൂന്നാമത്തെ പാഠം പഠിക്കാൻ നമുക്കുള്ളത് അടുത്ത ടേം എക്സാമിലേക്കാണ്. അപ്പോൾ ഈ തവണത്തെ പരീക്ഷയ്ക്ക് 1, 2, 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് കരുതിയിട്ട് മൂന്നാമത്തത് ഇപ്പോൾ നമുക്കില്ല എന്നുള്ളൂ. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ മുതലായിരിക്കും പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ എനിവേ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്നാണ്. കാലാവസ്ഥാ മേഖലകളും അതുപോലെ തന്നെ കാലാവസ്ഥാ മാറ്റവും എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഇവിടെ ഒരു തുടക്കത്തിൽ ഒരു നിഖിൽ ഷിബു എന്ന് പറയുന്ന ഒരാളുടെ ഒരു അനുഭവം ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ഓടിച്ചു പോയി നോക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ല, എങ്കിലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം റീഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കതൊന്ന് വേഗം പറഞ്ഞു പോവാം. ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിലെത്തിയത്. താമസിക്കുന്നത് ന്യൂ ബ്രൻസ്വിക്ക് പ്രവിശ്യയിലാണ്. ഇവിടെ തണുപ്പുകാലം ആരംഭിച്ചിരിക്കുന്നു. ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി. എന്നാൽ പൈൻ മരങ്ങൾ പച്ചച്ച് തന്നെ നിൽക്കുന്നു. സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത്. ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും. പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ ശരാശരി താപനില -20°C ആയിരിക്കും. ഇത് -35°C വരെയൊക്കെ താഴാറുണ്ട്. ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശീതക്കാറ്റാണ്. ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും. 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും. ശൈത്യകാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ. വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും. ആഗസ്റ്റ് മാസത്തോടെ അത് 30°C വരെ എത്തും. വേനലിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും. അപ്പോൾ നിഖിൽ ഷിബുവിൻ്റെ കാനഡയിൽ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കാനഡയിലും ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അല്ലേ, യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ തന്നെ താമസിക്കുന്ന, സ്ഥിരമായി താമസം മാറിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇപ്പം അടുത്ത് നമുക്കവിടെ നമ്മളേക്കാൾ കൂടുതൽ ചൂടൊക്കെ അനുഭവപ്പെട്ട ഒരു റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ അവിടെ തണുപ്പാണ്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കരുതുന്ന തണുപ്പൊന്നുമല്ല. നമ്മുടെ നാട്ടിലൊന്നും ഇത് അധികം അനുഭവിക്കാറില്ല. -20°C വരെ പോകും, -35°C വരെ പോകും. ചൂട് കാലത്താണെങ്കിൽ 30°C വരെയൊക്കെ എത്തുള്ളൂ. നമുക്കിവിടെ 37, 38, 40 മേലേക്കൊക്കെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഈ അവിടെ പൊതുവേ നമ്മൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രമല്ല. നമുക്ക് ജാക്കറ്റും കയ്യുറയും പാദരക്ഷകളൊക്കെ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല അവിടെയുള്ള മരങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ, മേപ്പിൾ മരങ്ങൾ, പൈൻ മരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളൊന്നുമല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ അവിടെ 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞൊക്കെ നമ്മളൊക്കെ വാതിൽ തുറക്കുന്ന സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നത്. നിങ്ങൾ ജാനേമൻ സിനിമയിൽ ബേസിൽ ജോസഫ് ഒക്കെ കാണിക്കുന്ന മഞ്ഞിൽ കളിക്കുന്ന കണ്ടിട്ടില്ലേ കാനഡയിൽ. എനിവേ, ഇതൊക്കെ നമുക്ക് ഒരു ഈ പാഠത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു അനുഭവക്കുറിപ്പ് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. കുറിപ്പ് വായിച്ചല്ലോ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമാണോ നിഖിൽ താമസിക്കുന്ന നാട്ടിലെ കാലാവസ്ഥ? ഒരിക്കലുമല്ല. നമ്മുടെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. ഇതുപോലെ ഒന്നുള്ള നമ്മുടെ രാവിലെ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് മഴയാണെങ്കിൽ മഴവെള്ളം കാണാമെന്നല്ലാതെ അവിടെ നമ്മുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് വലിയ കനത്തിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ നമ്മൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ല അല്ലേ. ചുവടെ നൽകിയ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് വിശകലനം ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ? താപനില, വർഷണം, കാറ്റ്, ഇതൊക്കെയാണ് കാലാവസ്ഥാ ഘടകങ്ങളായിട്ട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. നിഖിൽ താമസിക്കുന്ന ന്യൂ ബ്രൻസ്വിക്ക് പ്രവിശ്യയിൽ കഠിനമായ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്നുവെന്ന് കണ്ടില്ലേ. ലോകത്ത് എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. നിഖിൽ കാനഡയിൽ താമസിക്കുന്ന നിഖിലിൻ്റെ പോലത്തെ കാലാവസ്ഥയല്ല ഒരിക്കലും നമ്മുടെ കാലാവസ്ഥയല്ല വേറെ മറ്റു സ്ഥലങ്ങളിൽ. അപ്പോൾ ലോകത്തെ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല ഉള്ളത് അല്ലേ. കാലാവസ്ഥ ഒരേപോലെയല്ല ഉള്ളത്. ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും
മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു അല്ലേ. ചില സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്, കാലാവസ്ഥയാണ്. ചില സ്ഥലത്ത് വരണ്ട ചൂട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇതും രണ്ടുമുള്ള സ്ഥലങ്ങളുണ്ട്. മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട് അല്ലേ. അതായത് വലിയ അളവിൽ ചൂടും വലിയ അളവിൽ തണുപ്പും അല്ലാത്ത മിതോഷ്ണമായ സ്ഥലങ്ങളുമുണ്ട്. ആർദ്രത, അതായത് കൂടുതലും നേരവും ഈ വെള്ളത്തിൻ്റെ അംശം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പം ലോകത്തെല്ലായിടത്തും ഒരേ കാലാവസ്ഥ അല്ല ഉള്ളത്. കാലാവസ്ഥാ വൈവിധ്യമാണ് നമ്മുടെ ലോകത്തിനുള്ളത് അല്ലേ. ഇത്തരത്തിൽ കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമെന്ന് മുൻ അധ്യായത്തിൽ പഠിച്ചത് ഓർക്കുന്നില്ലേ? അത് നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്കിവിടെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ലോകത്തെല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളാക്കി തിരിക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചൂട് കൂടുതലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ വർഷണം കൂടുതലായിരിക്കാം. ഇങ്ങനെ പല പല കാലാവസ്ഥാ ഘടകങ്ങൾ ചില സ്ഥലങ്ങളിൽ കൂടിയിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാലാവസ്ഥാ മേഖലകളായിട്ട്, വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളായിട്ട് നമുക്ക് ലോകത്തെ തിരിക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ചോദ്യം വരുന്നു, എന്താണ് കാലാവസ്ഥാ മേഖലകൾ? പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, എന്താണ് കാലാവസ്ഥാ മേഖലകൾ? അപ്പോൾ ഇതാ ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. എന്താണ് കാലാവസ്ഥാ മേഖല എന്നതിൻ്റെ ഉത്തരം ഇതാ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് കാലാവസ്ഥാ മേഖല? കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരു കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന ഒരു വിശാല ഭൂപ്രദേശത്തെ. അതായത് നമ്മൾ ഭൂമിയിൽ പലതരത്തിലുള്ള വൻകരകളുണ്ട്, രാജ്യങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ പല രാജ്യങ്ങളായിട്ടും വൻകരകളായിട്ടൊക്കെയാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ ഒരു വലിയ വിശാല ഭൂപ്രദേശം, ഒരു രാജ്യത്തിൻ്റെ വലുപ്പമായിരിക്കാം, ഒരു വൻകരയുടെ വലുപ്പമായിരിക്കാം, ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്ന ഭൂപ്രദേശമായിരിക്കാം. അങ്ങനെ ഒരു വിശാല ഭൂപ്രദേശത്തെ എടുത്തു നോക്കുമ്പോൾ സമാന കാലാവസ്ഥാ സവിശേഷതകൾ എവിടെയൊക്കെയുണ്ടോ അവയൊക്കെ ഒരു കാലാവസ്ഥാ മേഖലയായിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഭൂമിയെ ഇങ്ങനെ പല രാജ്യങ്ങളും പല ഭൂഖണ്ഡങ്ങളുമായി തിരിക്കുമ്പോൾ എവിടെയൊക്കെയാണ് ഒരേപോലത്തെ കാലാവസ്ഥയുള്ളത് അവയൊക്കെ ഒരു കാലാവസ്ഥാ മേഖല. പിന്നെ വേറെ സ്ഥലങ്ങളിൽ തണുപ്പ് മാത്രമുള്ള കാലാവസ്ഥയ്ക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ തണുപ്പ് കാലാവസ്ഥ മേഖലയായിരിക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ചൂട്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലാവസ്ഥകളിലാണ് ഭൂമി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിശാല ഭൂപ്രദേശത്തെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, പരിഗണിക്കുമ്പോൾ സമാനമായ കാലാവസ്ഥാ സവിശേഷതകളുള്ള വിശാല ഭൂപ്രദേശങ്ങളെയൊക്കെ നമുക്ക് ഓരോരോ കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഏതെല്ലാം ഒന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആളുകളെ ഇവരാണ്. ആരാണ്? കാലാവസ്ഥാ മേഖലകൾ. ലോകത്തിൻ്റെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതൊക്കെ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്, ആ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള 8 കാലാവസ്ഥാ മേഖലകളാണ് നമുക്കുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഏതൊക്കെയാണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ മേഖല, ടണ്ട്ര അല്ലെങ്കിൽ തുന്ദ്ര മേഖല. ഇങ്ങനെ ലോകത്തെ നമ്മൾ 8 കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം എന്താണ് കാലാവസ്ഥാ മേഖലകൾ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടു. ഇനി അടുത്തത് ഏതൊക്കെയാണ് കാലാവസ്ഥാ മേഖലകൾ? ലോകത്തെ നമ്മൾ 8 കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ മേഖല, തുന്ദ്ര അല്ലെങ്കിൽ ടണ്ട്ര മേഖല. ഇങ്ങനെ നമ്മൾ 8 കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാഠത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ കാലാവസ്ഥാ മേഖലയും നമ്മൾ വ്യത്യസ്തമായി ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കും. ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു, ഏതൊക്കെ അക്ഷാംശങ്ങൾക്കുള്ളിലാണ് ഇവ നിൽക്കുന്നത്, അവയിലുള്ള സസ്യജന്തുജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, താപനിലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഓരോന്നിൻ്റെയും സവിശേഷതകളെയാണ്. ഇതൊന്നും സമാനമല്ല, ഇതൊക്കെ വ്യത്യസ്ത സവിശേഷതകളുള്ള കാലാവസ്ഥ മേഖല. ഒരേ സവിശേഷതകളാണെങ്കിൽ നമ്മൾ അങ്ങനെ
അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവയെ ഓരോന്നും വ്യത്യസ്ത സവിശേഷതകളുള്ള കാലാവസ്ഥാ മേഖലകളാണ്, ഭൂപ്രദേശങ്ങളാണ്. അവയാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണുള്ളത് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ കാലാവസ്ഥാ മേഖലയിലും എന്താണ്, ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള സസ്യങ്ങളും ആ കാലാവസ്ഥയ്ക്കനുസൃതമായിട്ടുള്ള ജന്തുക്കളെയുമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സിംഹങ്ങളെയും കടുവകളെയും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റാറില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പെൻഗ്വിനുകളെ കാണാൻ പറ്റുന്നുണ്ടോ? അതും കാണാൻ പറ്റാറില്ല. നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, മാവും പ്ലാവും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് അല്ലേ. അല്ലാതെ നമുക്ക് പൈൻ മരങ്ങളും സ്പ്രൂസും ഫിറും ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പോൾ എന്നാൽ അവരുടെ നാട്ടിൽ നമ്മുടെ ഈ മരങ്ങളുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ജീവജാലങ്ങൾ അവരുടെ നാട്ടിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ സസ്യജന്തുജാലങ്ങൾ, നമ്മുടെ വസ്ത്രധാരണ രീതികൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജനജീവിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്? കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുന്നത്. പ്രധാന കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലുടനീളം ഓരോ കാലാവസ്ഥാ മേഖലകളെയും നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് പറയുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓരോ കാലാവസ്ഥ മേഖല പറയുമ്പോഴും അത് ഏത് അക്ഷാംശത്തിനുള്ളിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അവിടെ വരുന്ന താപനില നോക്കണം. പിന്നെ അവിടെ വരുന്ന സസ്യജാലങ്ങൾ, അവിടെ വരുന്ന ജന്തുജാലങ്ങൾ, ഇത് നോക്കണം. ഇനി അവിടുത്തെ മഴ അല്ലെങ്കിൽ വാർഷിക വർഷപാതം എന്ന് നമുക്ക് എഴുതാം. വാർഷിക വർഷപാതം എന്ന് പറഞ്ഞാൽ മഴ എത്രയാണെന്ന് നമ്മൾ അവിടെ പറയും, അത് നോക്കണം. പിന്നെ അവിടെ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യത്തെ എടുത്തു പറയുന്നുണ്ടോ എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാലാവസ്ഥ മേഖല പഠിക്കുമ്പോഴും പഠിക്കണം. അപ്പോൾ നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാലാവസ്ഥാ മേഖലയും ഇങ്ങനെ കോളം വരച്ചിട്ട് കാലാവസ്ഥാ മേഖല എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അക്ഷാംശം എഴുതുക. എന്നിട്ട് അവിടെ താപനില, കാർഷിക വിളകൾ, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, വർഷപാതം എത്ര, ഇതൊക്കെ ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് എഴുതുക. രണ്ടാമത്തെ ഇതിൽ എന്ത് ചെയ്യുക? അടുത്ത ഭൂമധ്യരേഖ കഴിഞ്ഞാൽ മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് എഴുതുക. മൺസൂണിൻ്റെ അക്ഷാംശം എത്രയാണ്, മൺസൂണിലെ താപനില എത്രയാണ്, മൺസൂണിലെ കാർഷിക വിളകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതൊരു സൈഡിലായിട്ടും എഴുതാം. അങ്ങനെ ബോക്സ് ആയിട്ട് വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ പാഠത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്കങ്ങനെ വരച്ച് കാണിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി അങ്ങനെ അല്ലെങ്കിലും നമുക്കിവിടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വായിച്ച് പഠിച്ചു പോവാം. അപ്പം ഇതാണ് നമുക്കൊരു ഈ പാഠത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഓരോരോ കാലാവസ്ഥാ മേഖലകൾ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ പാഠം വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ.